സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഈ ഫുട്ബോൾ തന്നെയാണ്. കുറേ ആൾക്കാർക്ക് അറിയാം, ഞാനിന്ന് ആദ്യത്തെ വ്ളോഗാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ റാങ്ക് പുഷ് മാച്ചാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫുട്ബോൾ എടുത്തിട്ട് ബാക്കി കാര്യം കേട്ടോ ഗൈസ്. സോ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഷോർട്സാണ് സാധാരണ ഇടാറ്. എൻ്റെ ആദ്യത്തെ മാച്ചാണ്. ഞാൻ ഇതുവരെ വ്ളോഗ് ഇങ്ങനെ ഇട്ടിക്കണമെന്ന് പറഞ്ഞ് ഇട്ടിക്കണേ, പക്ഷെ അത് എൻ്റെ ഫേസ് ഞാൻ റിവീലാക്കിയിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് ആരാ ജയിക്കുക, എന്താണ് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഗൈസ് ഒന്ന് ലോഗിൻ ചെയ്യട്ടെ. നമ്മളിതിലൊരു റിവ്യൂവും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു നോർമൽ വീഡിയോ നോക്കിയിട്ടാണ്. റാങ്ക് പുഷ്, ഡിവിഷൻ റാങ്ക് പുഷ്, കുറച്ച് മാച്ച്. പിന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കോടി ഗപ്പൻ അടിച്ചിരുന്നു. അപ്പോൾ ആ കോടി ഗപ്പൻ അടിച്ചതിന് ഞാൻ അവനക്കും വേണ്ടി റിവ്യൂ ചെയ്യുന്നുണ്ട്. ഒന്ന് 104 പോവും. ഫുൾ നെതർലാൻഡ് സ്ക്വാഡാണെങ്കിൽ 106 പോവും. അപ്പം ഞാൻ നോക്കിയതിൽ ആൾ കുഴപ്പമില്ല. ഷൂട്ടിനും വേണ്ടിയിട്ടാണ് വാങ്ങുന്നെങ്കിൽ അണ്ണനെ എടുത്തോ. ക്രിസ്ത്യാനോനെ എടുക്കുന്നതാണ് എൻ്റെ ഒരു നല്ലൊരു അഭിപ്രായം. ഡേവിഡും കുഴപ്പമൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ കോഹ്ലിക്കപ്പോൾ മാഗ്നറ്റിക് ഫീറ്റാണ്, ഒരു ലെഫ്റ്റിംഗ് പ്ലെയറായിട്ടാണ് വരല്. അവനക്ക് പാസ്സൊക്കെ കൊടുക്കാം, അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളിക്കാരനാണ്. ഇപ്പം നമ്മൾക്കൊരു പ്ലേ മേക്ക് ചെയ്യാം, ലൈക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക, ഗോൾ അടിക്കാൻ, അങ്ങനത്തെ ഇതൊക്കെയാണ്. നമ്മൾ കഴിച്ചുന്ന അവനെ വെച്ച് നമുക്ക് നോക്കാം. ഓ ഗൈസ്, നമുക്ക് ഇതുണ്ടല്ലോ. ഓക്കെ 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 ഗൈസ്, നമുക്കൊരു പാക്ക് തുറക്കട്ടെ. പാക്കൊന്ന് തുറക്കാം. അപ്പോൾ ഗൈസ്, സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്തവർ ഇപ്പോൾ ലൈക്ക് ചെയ്യുക. റോഡ് ടു 1 million ആണ്, അല്ല 1K ആണ്, സോറി 1K. അപ്പോൾ പറ്റണ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ ഗൈസ്, നമുക്ക് ആദ്യത്തെ ഒരു സ്പിൻ. അതിന് മുമ്പ് ഞാൻ കാണിച്ചു തരാം. ഞാൻ 81 കണ്ടോ, 81 നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. 81 ട്രൈ ചെയ്യാൻ ചെയ്ത് കണ്ടോ. 81 ഞാൻ ട്രൈ ചെയ്ത്. അതിൽ ഞാൻ നോക്ക്, അതിലെനിക്ക് വിനീനടിച്ച് ഇതാക്കിയ അണ്ണൻ്റെ അടുത്തുള്ളതായിരുന്നു. അതിലിതാ ഗപ്പനടിച്ച് ആൾ കുഴപ്പമൊന്നുമില്ല, സീനൊക്കെ തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ട്. ഒരു പ്ലേ മേക്കറാണ്. പിന്നെ ഇപ്പോൾ ഏതാ പുതിയ ഒന്ന് പോരടാ. ഓക്കെ ഗൈസ്, നോക്കിട്ടോ ആരാ. ഇക്കഡോറിൻ്റെ പ്ലെയർ അല്ലേ? ഓക്കെ ഗൈസ്, ഇക്കഡോറിൻ്റെ ഒരു പ്ലെയർ അടിച്ച് പോരാ. ഓക്കെ, ആഞ്ചലു അങ്ങനത്തെ ആരോ തന്നെ അടിച്ച്, എനിക്കറിയില്ല അവൻ്റെ പേര്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഞാൻ എൻ്റെ ടീമിൽ പോയി അവനെ കാണിച്ചു തരാം ആദ്യം തന്നെ. അപ്പോൾ ഗൈസ്, ഇതാണ് ആള്. നിങ്ങൾക്ക് കാണാം എൻ്റെ സ്ക്വാഡൊക്കെ ഇതാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ, പറയും പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ഞാൻ ഇതിൽ എടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് ആള്. കോഹ്ലി ഗപ്പോ, 26 വയസ്സാണ്. ഡീറ്റെയിൽസൊക്കെ ഇതാ എനിക്ക് അടിച്ചിങ്ങനെ. ഇനി നമ്മളെങ്ങാനും അവനെ ഇതിൽ പോയിട്ടിടാണെങ്കിൽ ജസ്റ്റ് നെതർലാൻഡ്സ്, പോളണ്ടിൻ്റെ ഇതിൽ പോവാം. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ 105 പോകുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ പോട്ടെ. ഇപ്പോൾ അവന് 105 കുഴപ്പമില്ല, അത് പോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മാച്ചൊക്കെ പോകാം. ഞാൻ അങ്ങനെ വാങ്ങാൻ വേണ്ടി പാക്ക് ചെയ്യുന്നു, പക്ഷെ അങ്ങനെ വാങ്ങാൻ പറ്റിയില്ല. വേറെ വിഷയം ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് മാച്ച് എത്തിയെന്ന് തോന്നുന്നത്. ഞാൻ ടോട്ടൽ തേർഡ് ഡിവിഷനിലാണ് നമ്മൾ കുറച്ച് മാച്ച് കളിക്കാം. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യും നിങ്ങളെ പേരെന്തൊക്കെ, യൂസർ ID ഒക്കെ. ഞാൻ
ലൈക്കും ചെയ്യാൻ നോക്കാം. കളി തുടങ്ങി. നമുക്ക് കുറച്ച് ഗ്ലിച്ച് എന്തോ കടിക്കും, കാരണം അറിയാലോ. ഫസ്റ്റ് ടച്ച് എനിക്കാണ്. കുറച്ച് സമയം ടേക്ക് ഓവർ ആണത്. എൻ്റെ ഇന്റർനെറ്റ് നല്ല സ്ലോ നല്ല സ്ലോ. പക്ഷെ കൂടുതൽ നേരം അടുത്ത് കത്തില്ല. എൻ്റെ കയ്യിൽ എപ്പോൾ നോക്കിയാലും ഗൈസ് തോളെ വരത്തുള്ളൂ. കൊടിയപ്പോ ഞാൻ എൻ്റെ ടീമിനെ പറ്റിച്ച് നിങ്ങൾക്ക് ഒരു ദിവസം ചോദിച്ചിട്ട് ഓടോ ഇന്റർനെറ്റ് സ്ലോ ആയി. ഓക്കെ ഗൈസ്, ഏകദേശം എനിക്ക് പറ്റുന്നത്ര കളിക്കുന്നുണ്ട്. കാരണം ഒന്നാമത് ഒരു ഇന്റർനെറ്റ് അത്രയില്ല, ഞാൻ ഇരിക്കുന്ന സ്പേസ് അല്ല, എൻ്റെ PC അത്ര നല്ല സെറ്റല്ല. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമതെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീറ്റിന്റെ അത്ര ഒന്നും ഇല്ല. ആള് എത്ര നോക്കിയാലും ഇങ്ങനത്തെ ഒരു കളി തന്നെയാണ്. അതിന് എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനത്തെ കളി തന്നെയായിരിക്കും. കാരണം കോനാമിക്ക് അറിയാം നമ്മൾ ഈ പാക്ക് തുറന്ന് എന്തായാലും അണ്ണയ്ക്ക് മാറ്റി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മറ്റേ അവര് തന്നിട്ടുള്ള ആ ഒരു പാക്ക് തന്നെയായിരിക്കും. അവരൊന്നും അടിച്ചു, ഞാൻ എന്താ ചെയ്യുന്നത്? അവരൊന്നും അടിച്ചു. ആദ്യം തന്നെ അവർക്ക് മാസം കൊടുത്തിട്ടുണ്ട്. എന്താടാ നിങ്ങൾ കമന്റ് ചെയ്യും. നിങ്ങൾക്ക് ഫ്രീ ട്രയൽ അങ്ങനെ എന്തെങ്കിലും അടിച്ചിട്ടുള്ള ആരെങ്കിലും ഒരു പ്ലെയർ നിങ്ങൾക്ക് മാക്സിമം 2K വ്യൂസ് അത്ര വ്യൂ ഇല്ല, അത്ര ഉള്ള പ്രശ്നം. കുറച്ച് സെറ്റാണ് എന്നിട്ട് സെറ്റായിട്ടാണ് ആദ്യത്തെ ഗോൾ നമ്മൾ അടിച്ച്. ഒന്ന് സ്ലിപ്പാക്കി.
പൊളിച്ചു നോക്കണം. അപ്പൊ കപ്പൻ്റെ ഒരു വെറൈറ്റി സാധനം ഇവിടെ ഇറക്കി. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഗോളാണ്. അങ്ങനത്തേക്കും അടിക്കുക, പക്ഷെ ബ്ലിറ്റ്സ് അല്ല അത് നിങ്ങൾ ഓർക്കണം. ബ്ലിറ്റ്സ് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരിക്കലും അവന് ചെറുതായിട്ടൊന്ന് ഗോളി എവിടെയാടാ? ഗോളിക്കൊന്ന് കളിക്കാൻ പ്രത്യേകിച്ച് സ്കില്ലൊന്നും ഇട്ടിട്ട് കാര്യമില്ല. ഒന്നാമത് സ്കില്ലിട്ട ഇരിറ്റായിട്ടേ വരും. കളി കഴിഞ്ഞ് നമ്മളാദ്യം പുതിയ റാങ്ക് പുഷപ്പ് മാച്ച് എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ എഡിറ്റ് ചെയ്താക്കണം കുറേ നേരം പിടിക്കും. അപ്പൊ ഞാൻ സ്പിൻ എന്തെങ്കിലും ഓക്കെ ഒറ്റൊരു സ്പിന്നുണ്ട്. ഈ ഒരു സ്പിന്നും കൂടെ ചെയ്ത് നമ്മൾ ഇവിടുന്ന് പോവാണ്. ചെടി ലക്ക് പ്രത്യേകിച്ച് ഇല്ലാത്തൊരു സ്പിൻ തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. എനിക്കും തോന്നുന്നത് അതന്നെ. കാരണം ഈ സ്പിന്നിൽ ആരും ഒരിക്കരുത്, അതാണ് നല്ലത്. നിങ്ങളും അതന്നെ വിചാരിച്ചു. കാരണം നമ്മൾ സ്പിന്നിൽ ആരും അടിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ നല്ലൊരു റേറ്റിംഗ് പ്ലെയറിനെ കിട്ടും ഉറപ്പില്ല. അയച്ചിട്ട് നിങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ ഓരോരോ സ്പിന്ന് വെച്ചിട്ട് 22 രൂപ ഇതാക്കുന്നത്. ഇതിപ്പോൾ തന്നെ 15 മിനിറ്റായി. എനിക്കിത് എഡിറ്റ് ആക്കണം. എഡിറ്റ് ആക്കുമ്പോൾ തന്നെ സമയമാവും. അപ്പം നമ്മളൊരു പിന്നെ കേൾക്കാൻ പോകും. പ്രത്യേകിച്ച് ഒരു ഡൗട്ടില്ല. അതൊരു കോണാമിൻ്റെ ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പോണതിന് മുമ്പ് ഒരു ടീമിനെ ഞാൻ ഉണ്ടാക്കി തരാം. ഇതാണ് എൻ്റെ ടീം. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവില്ല. നെറ്റിൽ കാണിക്കുന്നുണ്ട്. കുഴപ്പമില്ല. വലിയ